ആദ്യം ചോദിച്ചില്ലേ മുഹമ്മദ് ഖാസിമിന്റെ വേദനയെ പറ്റി പറയേണ്ടത്? ആലോചിച്ച് നോക്കും, മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന ആ പയ്യൻ 27 വയസ്സുള്ള ആളാണ്. അയാളുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ, അയാൾ ചെയ്യാത്ത ഒരു സ്ക്രീൻഷോട്ടിന്റെ പേരിൽ അയാളെ കൊടും കലാപകാരിയും കൊടും വർഗീയവാദിയായി ചിത്രീകരിക്കുക, അയാളെ പ്രചരണത്തിൽ വേട്ടയാടുക, അയാളോട് നാട്ടുകാർ ചോദിക്കുക, അയാളെ ഒരു ഹിംസജന്തുവായി നാട്ടുകാർ കാണുക. ആശങ്കപ്പെടേണ്ടേ? അയാളുടെ ഏത് രാഷ്ട്രീയമായിക്കോട്ടെ. ശ്രീജീഷ് ഇവിടെ KT ജലീൽ എന്ന് പറയുന്ന നമ്മുടെ MLA എഴുതുകയാണ്, വന്യമായ മതാവേശത്തോടെ ചെറുപ്പക്കാരും സ്ത്രീകളും ഓടിക്കൂടുന്ന കാഴ്ച, സ്ഥാനാർത്ഥിയോടുള്ള മതാഭിമുഖ്യം ഒരുതരം ഭ്രാന്തായി മാറുന്ന അവസ്ഥ, ഇത്തരം പ്രചരണ ചേരുവകൾ കേരളത്തിന് അപരിചിതമായിരുന്നു. ഇത് ഏതെങ്കിലും സൈബർ മുഖമില്ലാത്ത സൈബർ ആളല്ല, ഒരു MLA എഴുതുകയാണ്. അവിടെ ഷാഫി പറമ്പിലിൻ്റെ കൂടി ആൾക്കൂട്ടം വന്യമായ മതാവേശമാണോ? അവിടെ ഷാഫി എങ്ങാനും ജയിച്ചു പോയി കഴിഞ്ഞാൽ അത് മതത്തിൻ്റെ വിജയമാണോ? രജീഷ്, എന്ത് നികൃഷ്ടമായ നറേറ്റീവാണ് നിങ്ങൾ ജൂൺ 4 മുമ്പ് സെറ്റ് ചെയ്യാൻ നോക്കുന്നത്? ഇതിൻ്റെ റിപ്പർക്കഷനിൽ ഒരു വിദൂരമായെങ്കിലും ആലോചനയുണ്ടോ? അല്ല ഹാഷ്മി, ഞാൻ പറഞ്ഞ കാര്യത്തെ ഒന്നും ഹാഷ്മി മൈൻഡ് ചെയ്യാതെ മറ്റു കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാണല്ലോ. ഞാൻ കുറെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു, ഈ പറഞ്ഞ വർഗീയപരമായ സംവിധാനങ്ങളെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞു. എന്തേ അത് സംബന്ധിച്ച് നിങ്ങൾ ഈ പറഞ്ഞ 2 UDF നേതാക്കന്മാരോട് ചോദിക്കാത്തേ? അതൊന്നും ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾ വേറെ തരത്തിൽ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമം നടത്തല്ലേ. ഇവിടെ അവസാനം മുസ്ലിം ലീഗിന്റെ പ്രതിനിധി വന്ന് പറയുക BJPന്റെ കുറെ വോട്ടിങ് മേടിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടാ. ഈ വടകരയുടെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞല്ലോ ഇവിടെ ഇരിക്കുന്ന 2 പാനലിസ്റ്റുകളും. വടകരയുടെ പാരമ്പര്യം എന്തായിരുന്നു? നിങ്ങൾ എന്തായിരുന്നു ഇവിടെ ആദ്യം ചെയ്തിരുന്നത്? കോലിബി സഖ്യം ഉണ്ടാക്കി മത്സരിച്ച സ്ഥലമാണ് വടകര. നിങ്ങൾ അതൊന്ന് പറയിപ്പിക്കല്ലേ. എന്നിട്ട് അവസാനം ഞങ്ങൾ CPMകാര് BJPന്റെ വോട്ട് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രചരണം നടത്തും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ആരാന്ന് വിശ്വസിക്കുക? നിങ്ങളെ പാർട്ടിയിലുള്ളവർ വിശ്വസിക്കുവോ? നിങ്ങളെ പാർട്ടിയിലൊക്കെ ഇത്ര മണ്ടന്മാരുണ്ടോ? ഇങ്ങനെ BJPന്റെ വോട്ടും വാങ്ങി ജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കി. നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ട് മുസ്ലിങ്ങൾക്കെതിരായുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുന്ന സമയത്ത് വലിയ ക്യാമ്പയിൻ ഏറ്റെടുത്ത് നാടിനകത്ത് ഇത്തരം സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഏറ്റെടുത്ത് ആരാ? നിങ്ങളാണ് ഏറ്റെടുത്തത്. എല്ലാ വിഷയത്തിലും സമരവും പ്രക്ഷോഭവും ക്യാമ്പയിനൊക്കെ ഏറ്റെടുത്തിട്ട് അവസാനം വന്ന് പറയുക തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്തു മാർഗവും സ്വീകരിക്കുന്നു. ആരാ സ്വീകരിച്ചത്? ഇവിടെ മുരളീധരൻ മാറി ഷാഫി വന്നു, ശൈല ടീച്ചർ വന്നു. അതിനുശേഷം UDF ഏറ്റെടുത്ത ക്യാമ്പയിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നേരത്തെ ശ്രീമതി KK രമ ആദ്യം ഇതിനകത്ത് ഇല്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അത് ആവർത്തന വിരസത ഉണ്ടാവും, ഞാൻ പറയുന്നില്ല. ഞാൻ പറയട്ടെ, ഇത് മാത്രമല്ല, ഈ പറയുന്ന മോർഫ് ചെയ്ത ഫോട്ടോ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടും ഫേക്ക് വീഡിയോ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടും ശൈല ടീച്ചർ പത്രസമ്മേളനം നടത്തിയില്ലേ? ഇത് എങ്ങനെയാ ഇവർ സെറ്റ് ചെയ്തെന്നറിയോ നിങ്ങൾ? വളരെ തന്ത്രപരമായിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഷാഫി പറമ്പിൽ ചോദിക്കുകയാണ് വീഡിയോ എവിടെ? അപ്പൊ ആളുകളും വിചാരിക്കും വീഡിയോ ഇല്ലല്ലോ. എന്താ ശൈല ടീച്ചർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്റെ കുറച്ച് തെറ്റായ വീഡിയോകൾ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിനകത്തും കമന്റ് വരുന്നു. രാഷ്ട്രീയമായി മറുപടി പറയണ്ടേ? അത് വ്യാപകമായി വന്നു. അതിന് രാഷ്ട്രീയമായി അല്ലേ മറുപടി പറയേണ്ടത്? രാഷ്ട്രീയമായല്ലേ മറുപടി പറയേണ്ടത്? KT ജലീൽ പറയുകയാണ് ഷാഫി പറമ്പിലിന് ആള് കൂടിയത് വന്യമായ മതാവേശത്തിലാണെന്ന്. വടകരയുടെ ഉള്ളടക്കം രാഷ്ട്രീയമല്ല, അത് വർഗീയമാണെന്ന് MLA പറയാൻ പാടുണ്ടോ? വെള്ളത്തിന് തീ പിടിക്കുന്ന പച്ച വർഗീയതയല്ലേ? തള്ളി പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനകത്ത് കേസെടുത്തു, തെളിവ് വന്നു. ആരെ UDF തള്ളി പറഞ്ഞത്? ആരെയും തള്ളി പറഞ്ഞിട്ടില്ല. ഞാനതാ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടെ UDFിന്റെ ചെയർമാൻ ആയിരുന്ന പാറക്കൽ അബ്ദുള്ളയോട് ചോദിച്ചു, ഈ പറയുന്ന സൽമാൻ വാളൂർ എന്ന് പറയുന്ന പേരാമ്പ്ര സ്വദേശി ഈ പറയുന്ന ടീച്ചർ വർഗീയവാദിയാണ്, മുസ്ലിങ്ങൾ എല്ലാവരും എന്ന് പ്രചരിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറയാണ് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞാൽ തള്ളി പറയായിരുന്നു. എന്നിട്ട് അന്നേരം പിന്നെയും ചോദിച്ചു, നിങ്ങൾ ഇത് ഇത്രയും ദിവസമായി അറിഞ്ഞില്ലേ? വ്യാപകമായ പ്രചരണം നടത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പോ ചാനൽ മുറികളിൽ വന്നിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ല, ചെയ്തതെല്ലാം CPM ആണ് എന്ന് പ്രചരിപ്പിക്കല്ലേ? തെറ്റായ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് അത് ജനങ്ങളോട് വിശദീകരിക്കണ്ടേ? PK അജീഷിനെതിരെ കേസെടുത്ത് എന്തിനാണ്? വർഗീയ പ്രചരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏകപക്ഷീയമല്ല സർ, അത് നിങ്ങളുടെ ഭാഗത്തും ഉണ്ടായി. ഞാൻ പറഞ്ഞു ഇതിനെയൊക്കെ കവച്ചു വെക്കുന്ന, ഇതിനെയൊക്കെ ഭീകരമായി, ഇതിനേക്കാളൊക്കെ തീവ്രമായി തീപിടിക്കാൻ കരുതുള്ള സ്ക്രീൻഷോട്ടാണത്. എന്താണ് ഈ പറയുന്ന താരതമ്യം? കാഫിർ ദീനി 5 നിസ്കരിക്കുന്ന ഒരു മുസ്ലിം എന്ന താരതമ്യം, അത് പരസ്പരം മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒന്നല്ലേ? അതിന്റെ കാരണക്കാരാണെന്ന് കണ്ടെത്തണ്ടേ? ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്നു, ഇയാൾ അതിന്റെ കാരണക്കാരനെ പിടികൂടാത്ത എന്താണ്? അങ്ങേക്ക് മറുപടിയില്ല. അങ്ങ് പറഞ്ഞത് പോലീസ് കൽപ്പാന്തകാലം അന്വേഷിക്കട്ടെ എന്നാണോ? നിങ്ങൾ വിധി എഴുതുകയാണോ ചെയ്യുന്നത്? അല്ല, പോലീസ് കൽപ്പാന്തകാലം അന്വേഷിക്കട്ടെ എന്നാണോ?
അല്ല, കൽപ്പാന്തകാലം എന്ന് പറഞ്ഞില്ല. പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. ഞാനതാ നേരത്തെ പറഞ്ഞ്, അന്വേഷണത്തിന് നിങ്ങൾ പരിധി നിശ്ചയിക്കണ്ട, അന്വേഷിക്കട്ടെ, യഥാർത്ഥ വസ്തുക്കൾ പുറത്തു കൊണ്ടുവരട്ടെ. നിങ്ങൾക്ക് എന്തിനാ ധൃതി? ധൃതിയുണ്ട് സർ, ധൃതിയുണ്ട്. ഒരു നാടിനെ കുട്ടിച്ചോറാക്കാൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ അയാളെ പിടിച്ച് കേരള ശ്രമം നിർത്തണം. അങ്ങേക്ക് ധൃതിയില്ലെങ്കിൽ എനിക്ക് ധൃതിയുണ്ട്. സാർ അങ്ങേക്ക് ധൃതിയില്ലെങ്കിൽ എനിക്ക് ധൃതിയുണ്ട്. സാർ അങ്ങേക്ക് ധൃതിയില്ലെങ്കിൽ എനിക്ക് ധൃതിയുണ്ട്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ പറഞ്ഞ LDF-ന്റെ പരാതി സത്യമാണെങ്കിൽ, ഈ പറയുന്ന പരാതി സത്യമാണെങ്കിൽ കേവലം 2 മണിക്കൂറിൽ തെളിയിക്കാവുന്ന ഒരു കേസിൽ 20 ദിവസം കൊണ്ട് തെളിയിക്കാൻ കഴിയുന്ന നമ്മുടെ പോലീസ് അത്രയും മണ്ടം കൂട്ടമാണോ? പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണോ അല്ലയോ? 2 മണിക്കൂർ 20 ദിവസം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറിൽ തെളിയിക്കാൻ കഴിയുന്ന ഒരു സംഗതി, വർഷങ്ങളായ പോലെയാണ് ആശ്മി പറയുന്നത്. 2 മണിക്കൂറിൽ തെളിയിക്കാൻ കഴിയുന്ന ഒരു സംഗതി 20 ദിവസമായിട്ട് ഒരു തുമ്പും തെളിവും ഇല്ലെങ്കിൽ നമ്മുടെ പോലീസ് അത്ര കഴിവുകെട്ട കൂട്ടമാണോ ലിജീഷേ? പോലീസ് അന്വേഷിക്കട്ടെ, അതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കാണല്ലോ ഈ ആവേശവും ധൃതിയും. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പ്രശ്നമാണ്. ഒരു നാടിനെ വെട്ടിമുറിക്കാൻ ലിജീഷ് അങ്ങേക്ക് ധൃതി ഉണ്ടാവില്ല, എനിക്ക് ധൃതി ഉണ്ടാവുന്നതിന് കാരണം എന്താണ്? യഥാർത്ഥ വില്ലൻ ആരാണ്? അങ്ങേക്ക് ധൃതി ഉണ്ടാവില്ല, എനിക്ക് ധൃതി ഉണ്ടാവുന്നതിന് കാരണം എന്താണ്? ഇതാ നാട്ടിലുണ്ടാക്കുന്ന കാലുഷ്യം ഓർത്തിട്ടാണ് ധൃതി. ഹാഷ്മി ഇവിടെ പറയുന്നത്. സാർ അങ്ങേക്ക് ധൃതി ഉണ്ടായി. സാർ എന്റെ ധൃതിയുടെ കാരണം എന്താണ്? ഒരു നാട്ടിലുണ്ടാക്കാവുന്ന അങ്ങേയറ്റം മലീമസമായ മനുഷ്യ മനസ്സുകളെ വിഘടിപ്പിക്കുന്ന കാലുഷ്യം ഉണ്ടാക്കുന്ന ഒരു സ്ക്രീൻഷോട്ടിലെ പ്രതി പിടികൂടണം. എനിക്ക് ധൃതിയുണ്ട് സാർ. അതൊരു മനുഷ്യന്റെ ആദിയാണ്, അതൊരു മനുഷ്യസ്നേഹിയുടെ ആദിയാണ് എന്ന് കൂട്ടിയാൽ മതി. താങ്കൾക്ക് ധൃതിയില്ല. പോലീസ് കൽപ്പന്തകാലം അന്വേഷിച്ചോട്ടെ. അങ്ങനെയാണ് ഞങ്ങളാണ് പരാതി കൊടുത്തത്. കുറ്റകരമാണോ അല്ലയോ? ആ ചോദ്യത്തിന് മറുപടി പറ. എന്നിട്ട് വാലും തുമ്പും ഇല്ലാത്ത ഒരു സ്ക്രീൻഷോട്ട് KK ലളിത അടക്കമുള്ളവർ ഷെയർ ചെയ്യാണ്. വാലും തുമ്പും ഇല്ലാത്ത സ്ക്രീൻഷോട്ട്. അതിനെ അടിസ്ഥാനമാക്കി എന്താണ് സത്യം പറയുന്നവരെ കാഫർ എന്ന് വിളിച്ച നീക്കത്തിന് വർഗീയവാദികൾക്കെതിരെ LDF-ന്റെ പ്രചരണ യോഗം നടക്കുകയാണ്. ഇപ്പോഴും ആ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഷാഫ് ജയിച്ചാൽ അത് വർഗീയതയുടെ വിജയമാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. ഇത് ഭീകരമാണ് ലിജീഷ്, ഭീകരമാണ്. അല്ല, അത് ആ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണോ അല്ലയോ? എന്താണ് CPM പ്രതിനിധിയുടെ മറുപടി? മനക്കോട്ടൊന്നും കെട്ടണ്ട. ഈ പറയുന്ന സുഹൃത്തെ സഖാവേ, ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണോ അല്ലയോ? ആ ചോദ്യത്തിന് മറുപടി പറയൂ. യെസ് ഓർ നോ. അവിടെ ഷാഫി പരാജയപ്പെടും. ഷാഫി ജയിച്ചാൽ വർഗീയതയുടെ വിജയം ഞങ്ങൾ പറഞ്ഞത്. നിങ്ങളാണ് ഇത് പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഈ പറയുന്ന സൈബർ സ്പേസിൽ പ്രചരിക്കുന്ന ഈ സൈബർ സ്പേസിൽ നിങ്ങളുടെ സൈബർ പ്രൊപ്പഗണ്ട മെഷീൻ പ്രചരിപ്പിക്കുന്ന ഈ പ്രചരണത്തെ CPM ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നുണ്ടോ ലിജീഷ്? ഞാൻ ചോദിക്കുന്നത് ഈ CPM-ന്റെ പ്രൊപ്പഗണ്ട മെഷീൻ പ്രചരിപ്പിക്കുന്ന ഈ പ്രചരണത്തെ CPM ഒഫീഷ്യലി ഏറ്റെടുക്കുന്നുണ്ടോ? ഷാഫി എങ്ങാനും ജയിച്ചു പോയാൽ അത് വർഗീയതയുടെ വിജയമാണോ? അത് ജനാധിപത്യത്തിന്റെ വിജയമല്ലേ? വടകരയുടെ ഉള്ളടക്കം വർഗീയതയാണോ? ഇത്തരം വൃത്തികേടങ്ങളൊന്നും കളിച്ചിട്ടും അവിടെ ഷാഫി ജയിക്കാൻ പോകുന്നില്ല. പിന്നെ ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. ശരി.